നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് 10th പ്രിലിംസ് പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാകുന്ന ശരീരചലനങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ഐച്ഛിക ചലനങ്ങൾ എന്ന് വിളിക്കുന്നു. ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ശരീരചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്ന് വിളിക്കുന്നു. ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ശരീരചലനങ്ങൾ ഐച്ഛിക ചലനങ്ങൾ, ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ശരീരചലനങ്ങൾ അനൈച്ഛിക ചലനങ്ങൾ. കുറുകെ വരകൾ കാണപ്പെടുന്നതിനാൽ രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നത് അസ്ഥിപേശിയാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നതിനാൽ രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നു അസ്ഥിപേശി. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന പേശികളാണ് അസ്ഥിപേശികൾ. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന പേശികളാണ് അസ്ഥിപേശികൾ. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതും സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാൽ നിർമ്മിതവുമായ പേശികളാണ് അസ്ഥിപേശികൾ. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതും സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാൽ നിർമ്മിതവുമായ പേശികളാണ് അസ്ഥിപേശികൾ. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികളാണ് മിനുസപേശി. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികളാണ് മിനുസപേശി. കുറുകെ വരകളില്ലാത്തതിനാൽ രേഖശൂന്യ പേശി എന്നറിയപ്പെടുന്നത് മിനുസപേശിയാണ്. കുറുകെ വരകളില്ലാത്തതിനാൽ രേഖശൂന്യ പേശി എന്നറിയപ്പെടുന്നത് മിനുസപേശിയാണ്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരിക അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശിയാണ് മിനുസപേശികളിൽ. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരിക അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശി മിനുസപേശി. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നതും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതുമായ പേശികളാണ് ഹൃദയപേശി. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നതും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതുമായ പേശികളാണ് ഹൃദയപേശി. കുറുകെ വരകളുള്ളതും ശാഖകളായി പിരിഞ്ഞ് കോശങ്ങളുള്ളതുമായ പേശികളാണ് ഹൃദയപേശികൾ. കുറുകെ വരകളുള്ളതും ശാഖകളായി പിരിഞ്ഞ് കോശങ്ങളുള്ളതുമായ പേശികളാണ് ഹൃദയപേശികൾ. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി പേശികളിൽ അസിഡിറ്റി ഉയരുകയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കുവാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ളമം. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടി പേശി കോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ളമം. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ തരംതിരിക്കുന്നതെങ്ങനെ? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളാണ് തലയോട്, മാറല്, വാരിയെല്ലുകൾ, നട്ടല്. തലയോട്. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികൾ തലയോട്, മാറല്, വാരിയെല്ലുകൾ, നട്ടല്. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? തോൾവലയം, കൈകൾ, ശ്രോണീവലയം, കാലുകൾ. പേശീകോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സ്റ്റിറോയിഡുകൾ. പേശീകോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സ്റ്റിറോയിഡുകൾ. കൈയിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേതയ്യുന്നു. ഇത്തരം പേശി ജോഡികൾ അറിയപ്പെടുന്നു ആൻറ്റഗോണിസ്റ്റിക് മസിൽസ്. കൈയിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേതയ്യുന്നു. ഇത്തരം പേശി ജോഡികൾ അറിയപ്പെടുന്നു ആൻറ്റഗോണിസ്റ്റിക് മസിൽസ്. മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനം ഈ ആൻറ്റഗോണിസ്റ്റിക് മസിലുകളുടെ പ്രവർത്തനമാണ്. മിക്ക ശരീരചലനങ്ങളുടെയും അടിസ്ഥാനം ഈ ആൻറ്റഗോണിസ്റ്റിക് മസിൽസിൻ്റെ പ്രവർത്തനങ്ങളാണ്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിലൂടെയാണ്? സന്ധികൾ വഴിയാണ്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. നാനാവശത്തേക്ക് തിരിക്കാനാവുന്ന സന്ധിയാണ് കീലസന്ധി. നാനാവശത്തേക്ക് തിരിക്കാനാവുന്ന സന്ധിയാണ് കീലസന്ധി. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തെ സന്ധിയാണ് കീലസന്ധി. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് സന്ധിയാണ് കീലസന്ധി. വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാക്കുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. തോളല്, ഇടുപ്പല്ല് എന്നിവിടങ്ങളിലെ സന്ധിയാണ് ഗോളരസന്ധി. തോളല്, ഇടുപ്പല്ല് എന്നിവിടങ്ങളിലെ സന്ധി ഏതാണ്? ഗോളരസന്ധി. കൈകൾ, കാലുകൾ എന്നിവയുടെ മുട്ടുകളിലുള്ള സന്ധി ഏത്? വിജാഗിര സന്ധി. കൈകൾ, കാലുകൾ എന്നിവയുടെ മുട്ടുകളിലെ സന്ധി ഏതാണ്? വിജാഗിരി സന്ധി. തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കാൽപാദങ്ങളിലാണ്. തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കാൽപാദങ്ങളിൽ. സന്ധിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് എന്താണ്? ക്യാപ്സൂൾ. സന്ധിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് എന്താണ്? ക്യാപ്സൂൾ. അസ്ഥികൾക്കിടയിലെ കർഷണം ഒഴിവാക്കുന്നത് എന്താണ്? തരുണാസ്ഥി. അസ്ഥികൾക്കിടയിലെ കർഷണം ഒഴിവാക്കുന്നത് എന്താണ്? തരുണാസ്ഥി. അസ്ഥികൾക്കിടയിലെ ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? സൈനോവിയൽ ദ്രവം. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? സൈനോവിയൽ ദ്രവം. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് സന്ധിവാതം അഥവാ റുമാറ്റിക് ആർത്രൈറ്റിസ്. അസ്ഥികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുന്ന രോഗാവസ്ഥ ഏതാണ്? സന്ധിവാതം അഥവാ റൂമാറ്റിക് ആർത്രൈറ്റിസ്. സന്ധികളിലെ അസ്ഥികൾ സ്ഥാനമാറ്റമുണ്ടായി സ്നായുക്കൾക്ക് തകരാറ് സംഭവിക്കുന്ന
അവസ്ഥയാണ് അസ്ഥിസ്ഥാനഭ്രംശം, ഡിസ്ലൊക്കേഷൻ. സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റമുണ്ടായി സ്നായുക്കൾ തകരാറ് സംഭവിക്കുന്ന അവസ്ഥയാണ് അസ്ഥിസ്ഥാനഭ്രംശം, ഡിസ്ലൊക്കേഷൻ. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ മൂലം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ മൂലം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് കൂടുതലായി ബാധിക്കുന്ന അസ്ഥി ഭാഗങ്ങളേവാണ്? ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല്. ഓസ്റ്റിയോപോറോസിസ് കൂടുതലായിട്ട് ബാധിക്കുന്ന അസ്ഥി ഭാഗങ്ങൾ ഏതാണ്? ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല്. പേശികൾ ദുർബലമായിട്ട് പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയം. പേശികൾ ദുർബലമായി പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? പേശീക്ഷയം. പേശികൾക്കുള്ളിൽ അസ്ഥികുടം കാണപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആന്തരിക അസ്ഥികുടം. പേശികൾക്കുള്ളിൽ അസ്ഥികുടം കാണപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആന്തരിക അസ്ഥികുടം. നട്ടെല്ലുള്ള ജീവികളിൽ കാണപ്പെടുന്ന അസ്ഥികൂടം ഏതാണ്? ആന്തരിക അസ്ഥികൂടം. നട്ടെല്ലുള്ള ജീവികളിൽ കാണപ്പെടുന്ന അസ്ഥികൂടം ഏതാണ്? ആന്തരിക അസ്ഥികൂടം. നട്ടെല്ലില്ലാത്ത ജീവികളിൽ കാണപ്പെടുന്ന അസ്ഥികൂടമാണ് ബാഹ്യ അസ്ഥികൂടം. നട്ടെല്ലില്ലാത്ത ജീവികളിൽ കാണപ്പെടുന്ന അസ്ഥികൂടം ഏതാണ്? ബാഹ്യ അസ്ഥികൂടം. മനുഷ്യരിൽ കാണപ്പെടുന്ന ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങളാണ് നഖവും മുടി. മനുഷ്യരിൽ കാണപ്പെടുന്ന ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങളാണ് നഖവും മുടി. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പൾസ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പൾസ്. പൾസിൻ്റെ നിരക്ക് എപ്രകാരമായിരിക്കും? ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് മിനിറ്റിൽ 72. പൾസിൻ്റെ നിരക്ക് എപ്രകാരമായിരിക്കും? ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് മിനിറ്റിൽ 72. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും ഏകദേശം എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? 70 മില്ലി. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും ഏകദേശം എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? 70 മില്ലി. പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം എപ്രകാരം അറിയപ്പെടുന്നു? സിസ്റ്റോളിക് പ്രഷർ. പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം എപ്രകാരം അറിയപ്പെടുന്നു? സിസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ സാധാരണയായി എത്രയാണ്? 120 mmHg. സിസ്റ്റോളിക് പ്രഷർ സാധാരണ എത്രയാണ്? 120 mmHg. ഹൃദയം പൂർണ്ണമായും വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം എങ്ങനെ അറിയപ്പെടുന്നു? ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയം പൂർണ്ണമായും വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം എങ്ങനെ അറിയപ്പെടുന്നു? ഡയസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷർ സാധാരണയായി എത്രയാണ്? 80 mmHg. ഡയസ്റ്റോളിക് പ്രഷർ സാധാരണയായിട്ട് എത്രയാണ്? 80 mmHg. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. മനുഷ്യ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120 80 mmHg ആണ്. മനുഷ്യ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120 80 mmHg ആണ്. രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു? അതിരക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു? അതിരക്തസമ്മർദ്ദം. ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അമിത ഉപയോഗം, പുകവലി, വ്യായാമക്കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങൾ ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? അതിരക്തസമ്മർദ്ദം. നിശ്ചിത നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഏത്? ഹൈപ്പോടെൻഷൻ. നിശ്ചിത നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്നിവ നിയന്ത്രിച്ചില്ലെങ്കിൽ ഏതൊക്കെ രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കാം? പക്ഷാഘാതം, ഹൃദയാഘാതം. ഹൈപ്പർ ടെൻഷൻ എന്നിവ നിയന്ത്രിച്ചില്ലെങ്കിൽ ഏതൊക്കെ രോഗാവസ്ഥകളിലേക്ക് നയിച്ചേക്കാം? പക്ഷാഘാതം, ഹൃദയാഘാതം.